2001 ജനുവരി 26 വെളുപ്പിന് 5 മണിക്ക് മുൻപ് തന്നെ മുംബൈയിൽ ഒരു തെരുവിൽ ആയിരങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. വലിയൊരു കെട്ടിടത്തിന് മുൻപിലാണ് ഇവർ കാത്തു നിൽക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. സ്ഥാപനം തുറന്നപ്പോൾ പോലീസ് ബാരിക്കേഡുകളെ മറച്ചിട്ട് ജനക്കൂട്ടം കെട്ടിടത്തിനുള്ളിലേക്ക് പാഞ്ഞുകയറി. ഇന്ത്യൻ ഷോപ്പിംഗ് സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ബിഗ് ബസാർ ആയിരുന്നു ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. സബ്സെ സസ്തേ ദിൻ എന്ന പേരിൽ ബിഗ് ബസാർ പ്രഖ്യാപിച്ച മെഗാ സെയിൽ പ്രയോജനപ്പെടുത്താൻ എത്തിയതായിരുന്നു ആ വലിയ ജനക്കൂട്ടം. കിഷോർ ബിയാനി എന്ന വ്യവസായ പടുത്തുയർത്തിയ ബിഗ് ബസാറിന്റെ മുംബൈയിലെ ആ ഷോപ്പിംഗ് മാളിൽ മാത്രം 30 കോടിയുടെ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് നടന്നു. പിന്നീട് ബിഗ് ബസാർ വളർച്ചയുടെ പടവുകൾ കയറി, എങ്കിലും അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തു. 20 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലെയും നിറസാന്നിധ്യം വരുന്ന ബിഗ് ബസാർ പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഇന്നിപ്പോൾ ബിഗ് ബസാർ എന്ന പേര് മാത്രം ബാക്കിയായി. ബിഗ് ബസാറിന് എന്താണ് സംഭവിച്ചത്? 1981 ആ കഥ ആരംഭിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ സ്വദേശിയായ കിഷോർ ബിയാനി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. പിതാവ് അദ്ദേഹത്തെ കുടുംബ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. പക്ഷെ ആ ചെറുപ്പക്കാരൻ കുടുംബ ബിസിനസ്സിൽ ഒതുങ്ങേണ്ടതല്ല തന്റെ ജീവിതമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അവൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്റ്റോൺ വാഷ് ഫാബ്രിക് ബിസിനസ് ആരംഭിച്ച് ലാഭം നേടിയിരുന്നു. 1985 പഡ്ലൂൺ എന്ന പേരിൽ ഒരു ഫാഷൻ വസ്ത്ര സ്ഥാപനം കിഷോർ ബിയാനി ആരംഭം കുറിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം 1986 8 ലക്ഷം രൂപ ചിലവഴിച്ച് പുരുഷന്മാർക്ക് മാത്രമുള്ള വസ്ത്രനിർമ്മാണ കമ്പനിയും തുടങ്ങി. പാന്റ്ലൂൺ എന്നായിരുന്നു ആ ബ്രാൻഡിന് കിഷോർ ബിയാനി നൽകിയ പേര്. പാൻസിന് ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള ഫാഷൻ എലമെന്റ് കിഷോർ പാന്റ്ലൂണിലൂടെ കൊണ്ടുവന്നു. 1997 ആയപ്പോഴേക്കും പാന്റ്ലൂണിന് ഇന്ത്യയിൽ 74 ബ്രാഞ്ചുകളായി. അക്കാലത്ത് ഇന്ത്യയിൽ റീറ്റെയിൽ ബിസിനസ്സിന് വലിയ സാധ്യതകളുണ്ടെന്ന് കിഷോർ ബിയാനി മനസ്സിലാക്കി. അങ്ങനെ കൊൽക്കത്തയിൽ തന്റെ ആദ്യത്തെ റീറ്റെയിൽ ഷോറൂം കിഷോർ ആരംഭിച്ചു. 10,000 സ്ക്വയർ ഫീറ്റിലായിരുന്നു ഷോറൂം നിർമ്മിച്ചത്. അത് വൻ വിജയമായതോടെ 1999 രാജ്യത്തിന് വിവിധയിടങ്ങളിൽ 13 മെഗാ സ്റ്റോറുകൾ കൂടി തുടങ്ങി. ഇന്ത്യയുടെ ഫാഷൻ റീറ്റെയിൽ ടൈക്കൂണായി കിഷോർ ബിയാനി മാറി. അക്കാലത്താണ് കിഷോർ ബിയാനി ചെന്നൈയിലെ ശരവണ സ്റ്റോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അവരുടെ ബിസിനസിനെ കുറിച്ച് കിഷോർ ബിയാനി വിശദമായൊരു പഠനം നടത്തി. തുണിത്തരങ്ങൾ മുതൽ ആഭരണങ്ങൾ വരെ ശരവണ സ്റ്റോഴ്സിൽ ലഭ്യമായിരുന്നു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. അതിന് കിഷോർ ബിയാനി ഒരു പേര് നൽകി. അതായിരുന്നു ബിഗ് ബസാർ. 2001 കൊൽക്കത്ത, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി ബിഗ് ബസാറിന് 3 ഷോപ്പിംഗ് മാളുകളുടെ പ്രവർത്തനം ആരംഭിച്ചു. വൻ വിജയമായതോടെ 100 ബിഗ് ബസാറുകൾ രാജ്യത്തിന് വിവിധയിടങ്ങളിലായി തുടങ്ങി. എപ്പോഴും വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിരുന്ന കിഷോർ ബിയാനി 2004 1,20,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തീർണത്തിൽ ബാംഗ്ലൂർ നഗരത്തിൽ ഒരു കൂറ്റൻ ഷോപ്പിംഗ് മാൾ തുടങ്ങി. അതിൽ സെൻട്രൽ മാൾ എന്ന പേരും നൽകി. വിദേശങ്ങളിലെ പോലെ ഷോപ്പിങ്ങിനെ ഒരു വിനോദമാക്കി മാറ്റിയെടുക്കാൻ നഗരവാസികളെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ കൺസെപ്റ്റ്. 2006 തന്റെ വിവിധ വ്യാപാര ശൃംഖലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ കിഷോർ ഒരു കമ്പനി ആരംഭിച്ചു. 2008 പാൻലൂൺ റീറ്റെയിലിൽ മാത്രം 30,000 ജീവനക്കാരുണ്ടായിരുന്നു. ടേൺ ഓവർ 4,700 കോടി രൂപയുമായിരുന്നു. റീറ്റെയിൽ ബിസിനസിന്റെ മുടിചൂടാമന്നെ നിൽക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത മേഖലയിലേക്ക് പണം വിനിയോഗിക്കാൻ തുടങ്ങിയത് പതനത്തിന് തുടക്കം കുറിച്ചു. സിനിമകൾ നിർമ്മിച്ചു. അത് വൻ പരാജയമായിരുന്നു. ബിസിനസ് വികസിപ്പിക്കാൻ 1000 കോടിക്ക് മുകളിൽ കടമെടുത്തിരുന്നു. കിഷോറിന്റെ എല്ലാ പ്രതീക്ഷകളെയും കടപുഴകിക്കൊണ്ട് 2008 വന്ന ആഗോള സാമ്പത്തിക മാന്ദ്യം തിരിച്ചടിയായി. ബിഗ് ബസാർ അടക്കമുള്ള ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ബിസിനസ് തകർന്നടിഞ്ഞു. പിടിച്ചു നിൽക്കാൻ കൂടുതൽ വായ്പകൾ എടുക്കാൻ കിഷോർ ബിയാനി നിർബന്ധിതനായി. 2012 ആയപ്പോഴേക്കും 12,000 കോടിയുടെ കടത്തിൽ ബിയാനി മുങ്ങി. പലിശ അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 1,600 കോടി രൂപയ്ക്ക് പാൻലൂൺ എന്ന വ്യവസായ ശൃംഖല ആദിത്യ ബിർള ഗ്രൂപ്പിന് വിൽക്കേണ്ടി വന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ ഭീമന്മാരുടെ കടന്നുവരവ് ബിയാനിയുടെ പതനത്തിന് ആക്കം കൂട്ടി. കൂടാതെ വൻ ബിസിനസ് ഭീമന്മാരായ ആദിത്യ ബിർള ഗ്രൂപ്പും റിലയൻസും റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കടക്കുകൂടി ചെയ്തപ്പോൾ ഈ രംഗത്ത് മത്സരം കടുത്തു. 2019 ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ കടം 12,800 കോടി രൂപയായി ഉയർന്നു. ബിസിനസ് റീസ്ട്രക്ചർ ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള ബിയാനിയുടെ ശ്രമം പരാജയപ്പെട്ടു. കോവിഡ് സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ തിരിച്ചു വരാനാകാത്ത വിധം ബിഗ് ബസാറിനെ തളർത്തി. ഓഗസ്റ്റ് 2020 ഫ്യൂച്ചർ ഗ്രൂപ്പ് റിലയൻസ് റീറ്റെയിലുമായി ധാരണയിലെത്തി.
24,713 കോടി രൂപയ്ക്ക് റിലയൻസ് റീറ്റെയിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സുകൾ ഏറ്റെടുത്തു. 2022 200ഓളം ബിഗ് ബസാറുകൾ റിലയൻസ് സ്മാർട്ട് ബസാറായി മാറി. ചിലതൊക്കെ പൂട്ടി. 2024 ഏപ്രിലിൽ ബിയാനി അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് തുടങ്ങിയ മുംബൈയിലെ സോബോ സെൻട്രൽ മാൾ കെ രഹേജ കോർപ്പറേഷന് 476 കോടി രൂപയ്ക്ക് വിറ്റു. അതോടുകൂടി കിഷോർ ബിയാനി എന്ന റീറ്റെയിൽ ഭീമന്റെ പതനം പൂർണ്ണമായി.